ഹായ് മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു മിഷനറി സെല്ല് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, രണ്ട് മിഷനറി ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ട് മിഷനറി സിറ്റുവേഷനിൽ ഒരു മിഷനറി വിൽക്കുന്ന കേസിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും കൂടിയല്ലേ? അങ്ങനെയെങ്കിൽ എന്റെ പേര് ബഹാവുദ്ദീൻ, വെൽക്കം ടു സൈലം കൊമേഴ്സ്. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് വായിച്ചു നോക്കാം. On 1st April 2021, ABC company bought a machinery at a cost of 90,000 and spent rupees 10,000 for its installation and transportation. അതായത് 90,000 റുപ്പീസ് നമ്മൾ മിഷനറി വാങ്ങിയിട്ടുള്ളത് അല്ലെ, എന്നാൽ 10,000 രൂപ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഇൻസ്റ്റാളേഷനും ട്രാൻസ്പോർട്ടേഷനും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 1,00,000 രൂപയാണ്. ഓക്കെ, ഇവിടെ ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബാക്കി നോക്കാം. ഓൺ 1st April 2022, അഡീഷണൽ മിഷനറി കോസ്റ്റിംഗ് 50,000 വാസ് പർച്ചേസ്ഡ്. ബാക്കി നോക്കാം. ഓൺ 1st July 2023, the company sold machinery purchased on 1st January 2020 for ₹70,000. Write up the machinery account for the years 2022. The company closes its accounts on 31st December every year and provide depreciation at a 10% under ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ചോദ്യത്തിലെ പ്രധാന ഭാഗങ്ങൾ 10% ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്, 31st December ആണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക. ഓക്കെ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിലേക്ക് നോക്കുമ്പോൾ രണ്ട് മിഷനറി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് 1,00,000 രൂപയുടെ മിഷനറി ഉണ്ട്, രണ്ട് 50,000 രൂപയുടെ മിഷനറി ഉണ്ട്. ഇതിൽ ക്വസ്റ്റ്യന് പറയുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1st July 2023 കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? 1st January 2020 പർച്ചേസ് ചെയ്ത മിഷനറി വിൽക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. അതായത് 1,00,000 രൂപയുടെ മിഷനറിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ വിൽക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആദ്യം പറയാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പിലേക്ക് വരാണെങ്കിൽ എപ്പോഴും ഒരു ടൈം ലൈൻ പോലെ ആയിരിക്കും. അതായത് ആദ്യം January 1, 2021, ദെൻ April 1, 2022, ദെൻ July 1, 2023, വിച്ച് മീൻസ് ഒരു ഓർഡറിലായിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ആ ഓർഡറിന് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ക്വസ്റ്റ്യന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 1st January 2021 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1,00,000 രൂപയ്ക്ക് നമ്മൾ അസറ്റ് വാങ്ങുന്നുണ്ട് അല്ലെ. എങ്കിൽ പറ, ഒരു മിഷനറി വാങ്ങുമ്പോഴുള്ള ജേർണൽ എന്തായിരിക്കും? ഒരു മിഷനറി വാങ്ങുമ്പോഴുള്ള ജേർണൽ എന്ന് പറഞ്ഞാൽ മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ ജേർണൽ ആയിരിക്കും. എങ്ങനെ ജേർണൽ ഉണ്ടാവുക? മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും ജേർണൽ ഉണ്ടാവുക. എല്ലാവർക്കും ഓക്കെ അല്ലേ? എങ്കിൽ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാം? മിഷനറി അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാം? ടു ക്യാഷ് എന്ന് പറഞ്ഞായിരിക്കും റെക്കോർഡ് ചെയ്യാം. നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് മിഷനറി അക്കൗണ്ടിലല്ലേ. സോ മിഷനറിയെ കട്ട് ചെയ്യാം. ബാക്കി ആരുണ്ട്? ടു ക്യാഷ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ലെഡ്ജറിൽ പോയിട്ട് ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. എത്ര എമൗണ്ട്? 1,00,000. ഓക്കെ, ഏതായിരുന്നു ഡേറ്റ്? 1/1/2021, 1st January 2021. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഡിപ്രീസിയേഷൻ കണക്കാക്കണം. എപ്പോഴാ ഡിപ്രീസിയേഷൻ കണക്കാക്കാം? ഓരോ വർഷത്തിന്റെയും അവസാനത്തിലായിരിക്കും ഡിപ്രീസിയേഷൻ കണക്കാക്കുക. അതായത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിലേക്ക് നോക്കുമ്പോൾ 31st December എന്ത് കണക്കാക്കുന്നത്? ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫൈൻ. എങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേർണൽ എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേർണൽ എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി അക്കൗണ്ട് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി അക്കൗണ്ട് ആണെന്ത്? ജേർണൽ എൻട്രി. അങ്ങനെയെങ്കിൽ ഇവിടെ മിഷനറി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യും? മിഷനറിയെ കട്ട് ചെയ്യും. ബാക്കി ആരുണ്ട്? ബൈ ഡിപ്രീസിയേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ സൈഡ് പോയിട്ട് ബൈ ഡിപ്രീസിയേഷൻ. ഓക്കെ, അതായത് ക്രെഡിറ്റ് സൈഡ് പോയിട്ട് ബൈ ഡിപ്രീസിയേഷൻ. എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവാം? ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 10% ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞേടാ, ഈ ക്വസ്റ്റ്യന് 10% കണക്കാക്കുന്നതെങ്കിൽ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? 1,00,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 10,000 റുപ്പീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ വരാം. ഇത് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യം മിഷനറി പർച്ചേസ് ആയിട്ട് കാണിച്ചു, ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിച്ചു? മിഷനറി ഡിപ്രീസിയേഷൻ കാണിച്ചു. ഏത് റേറ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക? 31st December 2021, വർഷത്തിന്റെ അവസാനത്തിൽ. ഓക്കെ, ദെൻ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഈ വർഷം മറ്റൊരു കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. എത്ര ഉണ്ട്? 1,00,000. ദെൻ 1,00,000 മൈനസ് 10,000 that will be 90,000, 90,000 എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ക്യാരിഡ് ഓൺ. എന്താ പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം? ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. സോ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്ത് വെക്കുന്നു. 1/1/2022 എന്ത് പറഞ്ഞു? ബാലൻസ്
ബ്രോഡ് ഡൗൺ എത്ര ഉണ്ടാവും 90,000 റുപ്പീസ് ആയിരിക്കും ബാലൻസ് ബ്രോഡ് ഡൗൺ ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, ഈ ക്വസ്റ്റനിൽ 2022 എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നൈസായിട്ട് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ നൈസായിട്ട് വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓൺ 1st April 2022 അഡീഷണൽ മിഷനറി കോസ്റ്റിംഗ് ₹50,000 വാസ് പർച്ചേസ്ഡ്. അതായത് 50,000 രൂപക്ക് മറ്റൊരു മിഷനറി കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യാം? നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ 1/4/2022 ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. എങ്ങനെ? ടു ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. എത്ര? 50,000. ക്ലിയർ അല്ലേ? അപ്പൊ 2 മിഷനറി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എപ്പോഴാണ്? വർഷത്തിന്റെ അവസാനത്തിൽ. സോ ഇവിടെ 31st December 2022 നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 2 മിഷനറി ഉണ്ടാവും. ഒന്നാമത്തെ മിഷനറി ഏതാ? നമ്മൾ 1,00,000 രൂപക്ക് വാങ്ങിയ മിഷനറി. അതിന്റെ ഡിപ്രീസിയേഷൻ എത്ര ആയിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്, അതായത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ് അല്ലേ? എന്താ പ്രത്യേകത? എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. അതായത് ഒന്നാമത്തെ വർഷം 10,000 ആണെങ്കിൽ സെക്കൻഡ് ഇയറിലും ഒരു വർഷം യൂസ് ചെയ്യുന്നത് കൊണ്ട് എത്രയായിരിക്കും ഉണ്ടാവുക? 10,000 റുപ്പീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ 10,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ വർഷം വാങ്ങിയ മിഷനറിയിൽ എത്ര രൂപക്ക് വാങ്ങിയ മിഷനറി? 50,000 രൂപക്ക് വാങ്ങിയ മിഷനറി അല്ലേ? ആ മിഷനറിക്ക് എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? വാ നോക്കാം. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 50,000 മിഷനറിയുടെ ഒറിജിനൽ കോസ്റ്റ് ഇൻറ്റു 10% ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. സോ 10% ഡിവൈഡ് ബൈ 100 ഇൻറ്റു എത്ര വരും? 9/12. അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടാവും ഈ 9/12 എന്താ? ഇവിടെ നോക്കിയേ, April 1ാം തീയതിയിൽ നമ്മൾ ഈ ഒരു മിഷനറി വാങ്ങിയിട്ടുള്ളത്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം? 9 മാസം. എങ്ങനെ? ഈ ഒരു മിഷനറി 9 മാസം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ April 1ാം തീയതിയാണ് വാങ്ങിയത് ഈ ഒരു വർഷം അല്ലേ? സോ April 1 മുതൽ December 31 വരെ എത്ര മാസം ഉപയോഗിച്ചു? 9 മാസം നമ്മൾ ഉപയോഗിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും ഉണ്ടാവുക? 50,000 ഇൻറ്റു 10/100 ഇൻറ്റു 9/12 ദാറ്റ് ഈക്വൽ ടു 3,750 വരും. 3,750 വരും. ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ എന്തുകൊണ്ടാ 3,750 കിട്ടുന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാ? 9 മാസമാണ് മിഷനറി ഉപയോഗിക്കുന്നത്. സോ 9 മാസം ഡിപ്രീസിയേഷൻ കണ്ടെത്തിയാൽ മതി. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇനി എത്രയായിരിക്കും ബാലൻസ് എമൗണ്ട് ഉണ്ടാവുക? ഒന്ന് നേരെ നോക്കി പറഞ്ഞേ. എത്ര ഉണ്ടാവും മക്കളെ? 1,40,000. 1,40,000. 1,40,000 മൈനസ് 13,750 ദാറ്റ് ഈക്വൽ എത്ര കിട്ടും? 1,26,250. ഓക്കെ, 1,26,250. നെക്സ്റ്റ് വർഷത്തേക്ക് ബ്രോഡ് ഓൺ ചെയ്യുന്നു. 1/1/2023 എന്ത് പറഞ്ഞിരുന്നു? ബാലൻസ് ബ്രോഡ് ഓൺ എത്ര വരും? 1,22,250. 1,26,250. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, സെയിൽ ചെയ്യുന്ന കേസിലേക്ക് എത്തിട്ടോ. ഓൺ 1st July 2023 ദ കമ്പനി സോൾഡ് മിഷനറി പർച്ചേസ് ഓൺ 1st January 2020 ഫോർ ₹70,000. അതായത് നമ്മൾ 1,00,000 രൂപക്ക് വാങ്ങിയ മിഷനറിയെ നമ്മൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 70,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വിൽക്കാണ്. ഏത് റേറ്റിനാണ് വിൽക്കുന്നത്? 1st July 2023. എപ്പോഴാണ്? 1st July 2023 നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? സെല്ല് ചെയ്യാണ്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? എങ്കിൽ എന്നാ പിടിച്ചോ. ഒരു മിഷനറി വിൽക്കുന്ന സമയത്ത് 3 കാര്യങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ? ഒരു മിഷനറി നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ 3 കാര്യത്തെ പറ്റി ശ്രദ്ധിക്കണം. ഒന്ന്, മിഷനറിയെ സെല്ല് ചെയ്ത ക്യാഷിനെ റെക്കോർഡ് ചെയ്യണം. വിച്ച് മീൻസ് എത്ര രൂപയ്ക്കാണോ മിഷനറി വിറ്റത് ആ വിറ്റ രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ. രണ്ടാമത്തത് എന്താ? ഒരു മിഷനറി സെല്ല് ചെയ്യുന്ന വർഷം, വിൽക്കുന്ന വർഷം എത്ര മാസം ഉപയോഗിച്ചോ ആ ഉപയോഗിക്കുന്ന മാസം വരെയുള്ള എന്തിന് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ തേർഡ് മാനത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അവസാനമായിട്ട് നമ്മൾ എന്തുകൂടി കണ്ടുപിടിച്ചിരിക്കണം? പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഈ ഒരു മിഷനറി വിറ്റ സമയത്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു മിഷനറി സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? മിഷനറി സെല്ല് ചെയ്യുന്ന എത്ര രൂപക്കാണോ സെല്ല് ചെയ്തത് ആ സെല്ല് ചെയ്ത ക്യാഷിനെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, സെല്ല് ചെയ്ത ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിരിക്കണം. മൂന്നാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ മിഷനറി വിൽക്കുന്ന സമയത്ത് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നോട്ട് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മിഷനറി വാങ്ങുമ്പോഴുള്ള ജേണൽ എന്തായിരുന്നു? മിഷനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ് അല്ലെ? എന്നാൽ ഒരു മിഷനറി വിൽക്കുമ്പോഴുള്ള ജേണൽ എന്താ? ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി. എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി എന്നാണ് ജേണൽ എൻട്രി. എന്നാ പറഞ്ഞേ, ഇത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം?
എവിടെ റെക്കോർഡ് ചെയ്യാം? മിഷണറി അക്കൗണ്ടിലല്ലേ. സോ മിഷണറി കട്ട് ചെയ്യുക. ബാക്കി ആരുണ്ടടാ? ബൈ ക്യാഷ്. സോ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ബൈ സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഏതാ ഡേറ്റ്? 1/7/2023 ബൈ ക്യാഷ്. എത്ര രൂപക്ക് നമ്മൾ സെല് ചെയ്തത്? 70,000, 70,000. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? നോക്കിയേ, ഒരു മിഷണറി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും മിഷണറി അക്കൗണ്ടിന്റെ. എന്നാൽ ആ മിഷണറി വിറ്റാൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക? അതേ മിഷണറിയുടെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഇത് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ദ എമൗണ്ട് വിൽ ബി 70,000, 70,000. സോ ഒന്നാമത്തെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ഡിപ്രീസിയേഷനാ. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജൂലൈ 1-ാം തീയതി നമ്മൾ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2023 എത്ര മാസം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈ 1-ാം തീയതി വിറ്റില്ലേ? അപ്പൊ ജൂലൈ മാസം കൂട്ടാൻ പറ്റോ? ഇല്ല. അപ്പൊ എത്ര മാസം? ഷെയ്ഖ് അബ്ദുള്ള, അതായത് 6 മാസം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര മാസം? 6 മാസം. വിച്ച് മീൻസ് 6 months ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു മിഷനറി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? കണക്കാക്കിക്കോ. ഹിയർ ദ ഡിപ്രീസിയേഷൻ വിൽ ബി എത്ര ആയിരിക്കണം മക്കളെ ഉണ്ടാവുക? 1,00,000 ഒറിജിനൽ കോസ്റ്റ് ഇൻറ്റു 10/100 ഇൻറ്റു 6/12. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? 1,00,000 1 lakh മിഷനറിന്റെ ഒറിജിനൽ കോസ്റ്റ്. മെത്തേഡ് ഏതാ? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാ. എന്താ പ്രത്യേകത? എല്ലാ വർഷവും ഒറിജിനൽ കോസ്റ്റിന് മുകളിലായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക അല്ലേ? അതായത് 1,00,000 ഇൻറ്റു 10% ഇൻറ്റു 6/12. 6/12 എവിടുന്ന് കിട്ടിയടാ? ജൂലൈ 1-ാം തീയതി വിൽക്കാണ്. അതായത് 6 മാസം മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഈ ഒരു മിഷനറി ഉപയോഗിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് 6/12 ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? ദ എമൗണ്ട് വിൽ ബി 5,000. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തെ കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലി മൂന്നാമത്തേത് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഈ ഒരു മിഷനറി ഉപയോഗിക്കുന്ന സമയത്ത്, ഈ ഒരു മിഷനറി വിൽക്കുന്ന സമയത്ത് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ? ക്ലിയർ. ഇത് നമുക്ക് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? വിൽക്കുന്ന സമയത്തുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? അല്ലേ വേണ്ട, ഇതിന്റെ കാറാന്ന് വിചാരിക്കാം. ഇതെന്റെ പുതിയ കാറാണ്. ഈ കാറ് വിൽക്കുന്ന സമയത്ത് വിറ്റപ്പം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിൽക്കുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് എന്താണെന്ന് അറിയണം എനിക്ക്. ക്ലിയർ ആയോ? എങ്ങനെ? വിൽക്കുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് അറിഞ്ഞാലല്ലേ എനിക്ക് ലാഭമാണോ കിട്ടിയ നഷ്ടമാണോ കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ കണ്ടുപിടിക്കണം. എങ്ങനെ? വാല്യൂ അറ്റ് ദി ടൈം ഓഫ് സെയിൽ, വിൽക്കുന്ന സമയത്തുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാവോ? ടോട്ടൽ കോസ്റ്റ്, അതായത് മിഷനറിയുടെ വില എത്രയാണോ മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം 1,00,000 രൂപയ്ക്കാണ് നമ്മൾ എന്ത് വാങ്ങിയിട്ടുള്ളത്? ഈ ഒരു അസറ്റ് വാങ്ങിയിട്ടുള്ളത് അല്ലേ? എങ്കിൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര നോക്കിക്കോ. ഒന്നാമത്തെ വർഷം എത്രയാണ്? 10,000. രണ്ടാമത്തെ വർഷം 10,000. ഇനി വിൽക്കുന്ന ഈ ഒരു വർഷം എത്ര ഡിപ്രീസിയേഷൻ? 5,000. അപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര വന്നു? 10,000, 5,000 ദാറ്റ് ഈക്വൽ ടു എത്ര വന്നു? 25,000 ഇസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഒറിജിനൽ കോസ്റ്റ് എത്ര? 1,00,000 രൂപയ്ക്കാണ് അസറ്റ് വാങ്ങിയത്. അതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര? ഒന്നാമത്തെ വർഷം 10,000 പ്ലസ് രണ്ടാമത്തെ വർഷം 10,000 പ്ലസ് മൂന്നാമത്തെ വർഷം 5,000, അതായത് 25,000 വന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര വന്നു? 25,000. സോ 1,00,000 മൈനസ് 25,000, അതായത് 75,000. ഇതിനർത്ഥം എന്താ? വിൽക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റിന്റെ കോസ്റ്റ്, വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ എത്ര? വിൽക്കുന്ന സമയത്ത് 75,000 രൂപ വിലയുള്ള ഒരു അസറ്റിനെ നമ്മൾ എത്ര രൂപക്ക് വിറ്റു മക്കളെ? 70,000 രൂപക്ക് വിറ്റു. നിങ്ങൾ പറ, ലാഭമാണോ നഷ്ടമാണോ? ആലോചിച്ച് നോക്കി. 75,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 70,000 രൂപക്ക് വിറ്റു. നഷ്ടമല്ലേടാ? എത്ര രൂപ നമുക്ക് നഷ്ടം കിട്ടി? 5,000 രൂപ ഫേമിന് ഇവിടെ എന്ത് കിട്ടി? ലോസ് ആണ്. മനസ്സിലായി? എങ്ങനെ? 5,000 റുപ്പീസോടെ ഫേമിന് എന്താണ്? ലോസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ലോസിന് എവിടെ റെക്കോർഡ് ചെയ്യാൻ അറിയാവോ? നഷ്ടം വന്നാൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞിട്ട്? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എങ്ങനെ? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എത്രയാണ് ലോസിന്റെ എമൗണ്ട്? 5,000. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? സോ ഒരു മിഷനറി വിൽക്കുന്ന സമയത്ത് 3 കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണം. 1, സെല്ല് ചെയ്ത ക്യാഷിനെ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. 2, സെല്ല് ചെയ്ത ഡേറ്റ് വരെ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. 3, പ്രോഫിറ്റിനെയും ലോസിനെയും റെക്കോർഡ് ചെയ്തിരിക്കണം. അതിൽ ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ സിമ്പിളി ആലോചിച്ച് നോക്കി, പ്രോഫിറ്റ് ആണോ ഓടിക്കും? ഡെബിറ്റ് സൈഡ്. ഇത് ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ഒരു മിഷനറി വിറ്റ കാര്യത്തിനെ പറ്റി മാത്രമല്ല ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇനി ഒരു മിഷനറി കൂടെ ബാക്കിയില്ലേ? അതേതാ? 50,000 രൂപക്ക് നമ്മൾ വാങ്ങിയ മിഷനറി. ക്ലിയർ? എങ്ങനെ?
50,000 രൂപക്ക് നമ്മൾ വാങ്ങിയ മിഷനറി. അപ്പം ഈ ഒരു മിഷനറി ഈ വർഷം 2023 ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെങ്ങനെ മനസ്സിലായി? ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിനർത്ഥം എന്താ? ആ മിഷനറി അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 31 ഡിസംബറിൽ ആ മിഷനറി ഉപയോഗിക്കുന്നത് കൊണ്ട് 31 ഡിസംബറിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ 50,000 രൂപയുടെ മിഷനറിയുടെ ഡിപ്രീസിയേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചാർജ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? സിമ്പിൾ ആണ്. ഒറിജിനൽ കോസ്റ്റ് 50,000 ആണ്. 50,000 ഇൻറ്റു 10/100 ദാറ്റ് ഈക്വൽ എത്ര കിട്ടും? 5,000 ആയിരിക്കും എന്ത് വരാം? ഡിപ്രീസിയേഷൻ വരാം. ക്ലിയർ അല്ലേ? അപ്പം എന്താണ് ഈ 5,000 എന്ന് പറഞ്ഞാൽ? ഈ 50,000 രൂപ എന്ത് ചെയ്യുന്നു? ഈ 50,000 രൂപയുടെ മിഷനറി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർഷം മുഴുവനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡിപ്രീസിയേഷൻ 50,000 ഇൻറ്റു 10/100 ആയിരിക്കും 5,000. അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെ 3,750 അല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ 5,000 വരാം? ശ്രദ്ധിക്കാം, ഫസ്റ്റ് വർഷം വിച്ച് മീൻസ് 2022 കേസിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു മിഷനറി 9 മാസമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 3,750 ഡിപ്രീസിയേഷൻ വന്നത്. ഇത് മനസ്സിലായോ? ഇങ്ങനെ ഈ ഒരു വർഷം 9 മാസം ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് 3,750. എന്നാൽ 2023 എത്തുമ്പോഴോ ഒരു വർഷം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് 50,000 ഇൻറ്റു 10/100 അതായത് 5,000 വരും. ഇത് പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. സോ ടോട്ടൽ എമൗണ്ടിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 1,26,250, 1,26,250. ഓക്കെ, ദെൻ ബാലൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 41,250. സോ ബാലൻസ് ക്യാരിഡ് ഓൺ വിൽ ബി 41,250. ഓക്കെ ഉള്ള മക്കളെ? സോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു മിഷനറി വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവസാന വർഷത്തിലേക്ക് സെല്ല് ചെയ്യാത്ത മിഷനറി ഉണ്ടെങ്കിൽ അതിന്റെ മിഷനറി ഡിപ്രീസിയേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. സോ എല്ലാവർക്കും ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഒരു മിഷനറി വാങ്ങുക, എങ്ങനെയാണ് ഒരു മിഷനറി വിൽക്കുക, എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ സോ മക്കളെ നന്നായിട്ട് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. സോ ഓൾ ദ ബെസ്റ്റ്.